നമസ്കാരം. എല്ലാവരെയും വീണ്ടും ഒരു പുതിയ കഥയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ കഥ തുടങ്ങുന്നത് ഇവിടെയൊന്നുമല്ല, അങ്ങ് ദൂരെ. ദൂരെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരെ, ഷിനിഗാമികളുടെ ആ ലോകത്തേക്ക്. ജപ്പാൻ മതവിശ്വാസം അനുസരിച്ച് മരണത്തിന്റെ ദേവത യമനാണ്. യമന്റെ ജോലിക്കാർ അല്ലെങ്കിൽ അനുയായികളാണ് ഷിനിഗാമികൾ. ഒരാളുടെ ആയുസ് എന്ന് അവസാനിക്കുമെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. ആ ആയുസ് പൂർത്തിയാകുന്ന ക്രമത്തിൽ അവരെ ഭൂമിയിൽ നിന്ന് യമന്റെ അടുത്തേക്ക് എത്തിക്കുന്ന ജോലിയാണ് ഈ ഷിനിഗാമികൾക്കുള്ളത്. വളരെ കാര്യമായിട്ടാണ് പലരും പണി തുടങ്ങുക. പക്ഷെ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ അവർക്ക് ശരിക്കും ബോറടിക്കും. ബോറടിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ സമയം കൊല്ലുക? അവർ ബെറ്റ് വയ്ക്കും. പരസ്പരം ബെറ്റ് വെച്ചും ഗാംബ്ലിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ നടത്തിയാണ് ഈ ഷിനിഗാമികൾ അവരുടെ ലോകത്ത് ജീവിച്ചു പോകുന്നത്. ശരിക്കും ബോറടിപ്പിക്കുന്ന ജീവിതമെന്ന് തന്നെയാണ് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. ആ കൂട്ടത്തിൽ ഒരു ഷിനിഗാമി, അയാളുടെ പേര് റിയൂക്ക് എന്നാണ്. റിയൂക്കിന് ഷിനിഗാമിയുടെ ജോലി ചെയ്യുക എന്നുള്ളത് തികച്ചും മടുപ്പുള്ള ഒരു സംഭവമായിരിക്കുകയാണ്. ഈ ഷിനിഗാമികൾ അവരുടെ ജോലി ചെയ്യുന്നത് ഒരു പ്രത്യേക ശൈലിയിലാണ്. അവരുടെ കയ്യിൽ ഒരു നോട്ട്ബുക്കുണ്ട്. ആ നോട്ട്ബുക്കിൽ ഭൂമിയിൽ നിന്ന് യമന്റെ ലോകത്തേക്ക് എത്തിക്കേണ്ട ആളിൻ്റെ പേര് എഴുതിയാൽ മാത്രം മതി. ഷിനിഗാമിയാണ് എഴുതുന്നതെങ്കിൽ എഴുതുന്ന നിമിഷത്തിൽ തന്നെ ആ എഴുതുന്ന ആളിൻ്റെ മുഖവും ഷിനിഗാമിയുടെ മനസ്സിലേക്ക് വരും. മുഖം ഓർമ്മിച്ചുകൊണ്ട് ആ പേര് എഴുതുന്ന അതേ നിമിഷത്തിൽ തന്നെ അയാളുടെ മരണം ആരംഭിച്ചു തുടങ്ങും. 40 സെക്കൻഡിനകം ആ ആൾ മരിക്കും. ഷിനിഗാമിയുടെ രീതി അതാണ്. ഇങ്ങനെ കുറേ ആളുകളെയൊക്കെ കൊന്നു കഴിഞ്ഞപ്പോൾ ഈ ഷിനിഗാമിയായ റിയൂക്കിന് ബോറടിച്ചപ്പോൾ റിയൂക്ക് അയാളുടെ കയ്യിരുന്ന ഒരു പുസ്തകം, ആ പുസ്തകത്തെ നമ്മൾ വിളിക്കുക ഡെത്ത് നോട്ട് എന്നാണ്. ആ ഡെത്ത് നോട്ട് അയാൾ ആകാശത്തുനിന്ന് താഴേക്ക് ഇട്ടു. യമന്റെ അടുത്ത് പോയി എന്നിട്ട് പരാതി പറഞ്ഞു, എൻ്റെ ബുക്ക് കാണാനില്ല, ഭൂമിയിൽ എവിടെയോ വീടുപോയി. മനുഷ്യന്മാരെ കൊന്നുകൊണ്ടുവരുവാനുള്ള യാത്രക്കിടയിൽ എപ്പോഴും ഷിനിഗാമി റിയൂക്കിന്റെ കയ്യിൽ നിന്ന് ഒരു ബുക്ക് നഷ്ടമായി പോയെന്ന് യമനെ പറഞ്ഞു ധരിപ്പിച്ചിരിക്കുകയാണ്. യമൻ ഒരു ബുക്ക് കൂടി ഈ റിയൂക്കിന് കൊടുത്തു. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ റിയൂക്കിന്റെ കയ്യിൽ നിന്ന് ആ പുസ്തകവും കാണാതാവുകയാണ്. 2 വ്യത്യസ്ത സ്ഥലങ്ങളിലായി 2 ബുക്കുകൾ ഭൂമിയിലേക്ക് റിയൂക്ക് ഇട്ടിരിക്കുകയാണ്. റിയൂക്കിന് ഇപ്പൊ ചെയ്ത കാര്യങ്ങളൊക്കെ ബോറടിക്കുന്നുണ്ടെങ്കിലും ഈ ബുക്ക് കയ്യിൽ കിട്ടുന്ന മനുഷ്യൻ ഈ ബുക്ക് എങ്ങനെ ഉപയോഗിക്കും അത് അറിയുക എന്നുള്ളതാണ് റിയൂക്കിന്റെ താല്പര്യം. റിയൂക്ക് ഈ പ്ലാനൊക്കെ ചെയ്ത് ഒരു പുസ്തകം താഴോട്ടിടുന്ന ഇതേ നിമിഷത്തിൽ അങ്ങ് അകലെ ഒരു സ്കൂളിൽ ക്ലാസ് മുറിയിൽ ഒരു ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി കുട്ടികളുണ്ട്. അതിലൊരു കുട്ടി നമ്മുടെ ക്ലാസ് മുറിയിലൊക്കെ കാണുന്ന സാധാരണ കുട്ടികളെ പോലെ ഒരുത്തൻ വായി നോക്കി ജനാലക്കൂടി പുറത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ടീച്ചറിനെ തകർത്ത് പിടിച്ച് പഠിപ്പിക്കുകയാണ്. ഇവരാണെങ്കിൽ ജനാലയിലൂടെ പുറത്തേക്കൊക്കെ നോക്കി അങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. ആ നിമിഷത്തിലാണ് ആ കൊച്ചു പയ്യന്റെ കണ്ണിൽ ആ കാഴ്ച വന്നുപെടുന്നത്. ഒരു ബുക്ക് ആകാശത്ത് നിന്ന് താഴോട്ട് വീഴുന്ന കാഴ്ച. ആകാശത്തിലൂടെ കടന്നുപോയ ഏതെങ്കിലും പക്ഷികൾ കൊത്തിക്കൊണ്ടുപോയ പുസ്തകം താഴോട്ട് വീണതാണോ? അങ്ങനെ ഒരു സംശയമാണ് ആദ്യം ആ പയ്യന്റെ മനസ്സിലേക്ക് വന്നത്. പിന്നെ ഒരു സംശയം തോന്നി, ആകാശത്തൂടെ പോയ ഏതെങ്കിലും ഹെലികോപ്റ്ററിൽ നിന്നോ വിമാനത്തിൽ നിന്നോ താഴേക്ക് വീണതായിരിക്കും ആ പുസ്തകം. പക്ഷെ ഓടിപ്പോയി എടുക്കാൻ പറ്റില്ല, ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ബെല്ലടിക്കാൻ വേണ്ടി അവൻ കാത്തിരിക്കുകയാണ്. സ്കൂൾ ബെല്ല് അടിച്ചതും ആ പയ്യൻ പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. അവൻ അതിവേഗതയിൽ ഓടിപ്പോകുന്നത് മറ്റു കുട്ടികളൊക്കെ കാണുന്നുണ്ട്. ഇവൻ എന്താ ഇന്ന് നേരത്തെ ഓടിപ്പോകുന്നു? അങ്ങനെ ഒരു ചിന്തയാണ് പലർക്കും വന്നത്. അവൻ ഓടിയെത്തിയത് അവന്റെ ജനാലയിൽ കൂടി അവൻ കണ്ടുകൊണ്ടിരുന്ന അതേ ഗ്രൗണ്ടിലേക്കാണ്. അവൻ ദൂരം തന്നെ ആ ബുക്ക് കണ്ടു. ആകാശത്തുനിന്ന് താഴേക്ക് വീണ ആ പുസ്തകം കണ്ട ദിക്കിലേക്ക് അവൻ ഓടി അടുക്കുകയാണ്. ഓടി അടുത്ത് വന്നപ്പോഴാണ് അവൻ ആ പുസ്തകം ഒന്നുകൂടി കാണുന്നത്. കറുത്ത പുറംചട്ടയുള്ള ഒരു മനോഹരമായ ബുക്ക്. അവൻ ആ ബുക്ക് എടുത്തു. ആ ബുക്കിന്റെ മുകളിൽ ഇംഗ്ലീഷിൽ വ്യക്തമായി ഒരു പേരെഴുതിയിട്ടുണ്ട്, ഡെത്ത് നോട്ട്. അവൻ ആ ബുക്ക് കൗതുകപൂർവ്വം നോക്കുകയാണ്. മനോഹരമായ ഒരു ബുക്കാണ്. അവൻ ആ ബുക്കിൻ്റെ കവർ പേജ് മറിച്ചു. ആ കവർ പേജ് മറിക്കുമ്പോൾ അവൻ കാണുന്നത് കുറേ റൂളുകൾ എഴുതിയിരിക്കുന്നതാണ്, നിയമങ്ങൾ. ആ ബുക്ക് എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള നിയമമാണ് എഴുതിയിരിക്കുന്നത്. റൂൾസ് നോക്കിയപ്പോൾ എല്ലാം ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്. ഓഹോ, ഇംഗ്ലീഷിലാണല്ലേ,
അങ്ങനെ ഒരു ചിന്തയാണ് പെട്ടെന്ന് അവൻ്റെ മനസ്സിലേക്ക് വന്നത്. അവനെ ബുക്ക് വേഗം അടച്ച് ബാഗിലേക്ക് ഇട്ട് വേഗം വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തിയതിനു ശേഷം അവൻ ആ ബുക്ക് ഒരിക്കൽ കൂടി എടുക്കുകയാണ്. സൂക്ഷ്മമായി പരിശോധിച്ചു. അതിനകത്ത് വേറൊന്നുമില്ല, ആ ബുക്ക് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിൻ്റെ നിയമാവലിയാണ് എഴുതിയിരിക്കുന്നത്. ആ പുസ്തകം തുടങ്ങുന്നത് തന്നെ ഒരു മുഖവരയോടുകൂടിയാണ്. ഈ പുസ്തകത്തിൻ്റെ ഉടമസ്ഥന് ആര് വേണമെങ്കിലും കൊല്ലാൻ ആഗ്രഹിക്കുന്ന ആളിൻ്റെ പേര് ഈ പുസ്തകത്തിലേക്ക് ഒന്ന് എഴുതിയാൽ മതി. പുസ്തകത്തിൽ ആ പേര് എഴുതി കഴിഞ്ഞാൽ കൃത്യം 40 സെക്കൻഡ് ആകുമ്പോൾ ആ ആൾ മരിച്ചിരിക്കും. ഒരു സാധാരണ ഹാർട്ട് അറ്റാക്ക് അതായിരിക്കും ആ ആൾക്കുണ്ടാവുക. 40 സെക്കൻഡിനകത്ത് അയാൾ മരിക്കേണ്ട കാരണം നമ്മൾ എഴുതി തുടങ്ങിയാൽ നമുക്ക് കുറച്ചുകൂടി സമയം കിട്ടും. മരിക്കേണ്ട കാരണം നമ്മൾ എഴുതുകയാണ് ആക്സിഡൻ്റ് എന്ന് എഴുതിയാൽ ആ ആക്സിഡൻ്റ് എങ്ങനെ സംഭവിക്കുന്നു എഴുതാനായിട്ട് നമുക്ക് കുറച്ചുകൂടി സമയം കിട്ടുകയാണ്. 6 മിനിറ്റും 40 സെക്കൻഡും കിട്ടും. അതിനിടയിൽ മരണം എങ്ങനെ സംഭവിക്കുന്നുവെന്ന് വളരെ വ്യക്തമായി നമുക്ക് എഴുതാം. 6 മിനിറ്റും 40 സെക്കൻഡിനിടയിൽ ഇത് എഴുതി കഴിയണം. നമ്മൾ എങ്ങനെയാണോ ആ ആൾ മരിക്കാനായിട്ട് എഴുതിയിരിക്കുന്നത് അതേപോലെ മരണം നടക്കും. പക്ഷെ ഈ 2 ശൈലിയിലും മരണം നടക്കണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. ആരുടെ പേരാണോ നമ്മൾ എഴുതുന്നത് ആ ആളിൻ്റെ മുഖം നമുക്ക് ശരിക്കും ഓർമ്മയുണ്ടാകണം. ആ മുഖം ഓർത്തുകൊണ്ട് മാത്രമേ പേരെഴുതാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ സുരേഷ് എന്ന പേര് എഴുതിയാൽ ലക്ഷക്കണക്കിന് സുരേഷ് ഉണ്ടാവില്ലേ? ഏത് സുരേഷാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഏത് സുരേഷിനെയാണോ കൊല്ലേണ്ടത് ആ സുരേഷിൻ്റെ മുഖം ഞാൻ മനസ്സിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് ഞാൻ സുരേഷ് എന്ന് എഴുതുക. അത്രയും എഴുതിയാൽ മരണകാരണം എഴുതിയില്ലെങ്കിൽ 40 സെക്കൻഡ് കൊണ്ട് അയാൾ മരിക്കും, ഹാർട്ട് അറ്റാക്ക് ആയിരിക്കും. മരണകാരണം എഴുതിയാൽ എന്താണോ ഞാൻ എഴുതിയിരിക്കുന്ന മരണകാരണം ആ ശൈലിയിൽ മരണം നടക്കും. ഇത്രയും കണ്ടീഷൻസ് ആണ് ആ ഡെത്ത് നോട്ടിൽ വളരെ വിശദമായി എഴുതിയിരിക്കുന്നത്. ഈ കണ്ടീഷൻസ് ഒക്കെ വായിച്ചപ്പോൾ 17 വയസ്സ് മാത്രം പ്രായമുള്ള ലൈറ്റ് യാഗമിക്ക് യഥാർത്ഥത്തിൽ ഒരു പുച്ഛമാണ് മനസ്സിലേക്ക് വന്നത്. ഇത് നമ്മുടെ വാട്സാപ്പിലേക്ക് വരുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ഈ സന്ദേശം നിങ്ങൾ 10 പേർക്ക് അയച്ചില്ലെങ്കിൽ നിങ്ങൾ തളർന്ന് കിടപ്പിലായി പോകും, 10 പേർക്ക് അയച്ചാൽ നിങ്ങൾ ലോട്ടറി അടിക്കുന്നൊക്കെ പറഞ്ഞ് ധാരാളം സന്ദേശങ്ങൾ വരില്ലേ? അതേ ശൈലിയിൽ പറ്റിക്കാൻ വേണ്ടി ആരോ എഴുതി വെച്ച കണ്ടീഷൻസ് ആണ് ഈ പുസ്തകത്തിലുള്ളത്. അങ്ങനെ ഒരു ചിന്തയാണ് ലൈറ്റ് യാഗമിക്ക് ആദ്യം വന്നത്. ആ പുസ്തകം അലക്ഷ്യമായി മേശപ്പുറത്തിട്ടിട്ട് ലൈറ്റ് യാഗമി കിടക്കിൽ കിടന്നു. കിടക്കിൽ കിടന്നിട്ടും അവരുടെ ചിന്ത മുഴുവൻ ആ പുസ്തകത്തിൽ തന്നെയാണ്. ഇത്രയും കണ്ടീഷൻസ് എഴുതിയ ഒരാള് ഈ പുസ്തകം ആകാശത്തുനിന്ന് താഴോട്ട് കൊണ്ടിടൂ. ഇനി ഏതെങ്കിലും പക്ഷി കൊത്തിക്കൊണ്ടു പോയതാണെങ്കിൽ തന്നെ ഇതാരാ അങ്ങനെ എഴുതി വെച്ച്? ഇത് അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ കഴിയുന്ന ഒരു പുസ്തകമല്ല എന്നൊരു തോന്നൽ പതുക്കെ പതുക്കെ ലൈറ്റ് യാഗമിക്ക് ഉണ്ടാവുകയാണ്. ദിവസങ്ങൾ ഓടി ഓടി പോവുകയാണ്. 5 ദിവസം കഴിഞ്ഞു. അന്ന് ശരിക്കും സന്തോഷത്തിലാണ് ലൈറ്റ് യാഗമി വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. അന്ന് അവൻ്റെ സ്കൂൾ റിസൾട്ട് വന്നിരിക്കുകയാണ്. ജപ്പാൻ നാഷണൽ സ്കോളർഷിപ്പ് എക്സാമിനേഷനിൽ ഫസ്റ്റ് റാങ്ക് അവൻ നേടിയിരിക്കുകയാണ്. ആ മാർക്ക് ഷീറ്റ് അമ്മയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്തപ്പോൾ ലൈറ്റിൻ്റെ അമ്മയ്ക്ക് ഭയങ്കരമായി സന്തോഷം ഉണ്ടാവുകയാണ്. ജപ്പാനിലെ നമ്പർ 1 സ്റ്റുഡൻ്റായി ഇതാ തൻ്റെ മകൻ മാറിയിരിക്കുന്നു. മോനെ നിനക്ക് എന്താ വേണ്ടേ? ഓ എനിക്കൊന്നും വേണ്ട അമ്മ. ശരിക്കും സന്തോഷത്തോടുകൂടി അമ്മയോട് ചിരിച്ച് കളി പറഞ്ഞുകൊണ്ട് ലൈറ്റ് മുറിയിലേക്ക് കടക്കുകയാണ്. മുറി തുറന്ന് അകത്തേക്ക് കടന്ന് തിരിഞ്ഞ് വാതിലടച്ചു. ഈ നിമിഷത്തിൽ നമ്മൾ കാണുന്നത് ശരിക്കും സീരിയസ് ആയ ലൈറ്റിനെയാണ്. ലൈറ്റ് വളരെ സീരിയസ് ആയ എന്തോ കാര്യം ആലോചിച്ചിട്ടാണ് മുറിയിലേക്ക് വന്നിരിക്കുന്നത്. ബാഗ് മേശപ്പുറത്തേക്ക് വെച്ചതിന് ശേഷം ലൈറ്റ് ഓടിച്ചെന്ന് ആ ഡെത്ത് നോട്ട്ബുക്ക് വെച്ച സ്ഥലത്ത് ആ പുസ്തകം എടുക്കുകയാണ്. അവരെന്തോ തീരുമാനിച്ചുറച്ചിരിക്കുകയാണ്. ലൈറ്റ് ആ ബുക്ക് എടുത്തു. ആ ബുക്കിൽ വളരെ സീരിയസ് ആയിട്ട് ലൈറ്റ് നോക്കുകയാണ്. ആ പുസ്തകത്തെ തന്നെ നോക്കിയിരിക്കുന്ന ലൈറ്റ് പെട്ടെന്ന് ഒരു ശബ്ദം തൊട്ട് പുറകെ കേട്ട് ഞെട്ടിപ്പോവുകയാണ്. നിനക്ക് ഈ പുസ്തകം ഇഷ്ടപ്പെടും തോന്നുന്നു. ആ മുറിയുടെ വാതിൽ അവൻ അടച്ചിട്ടാണ് അകത്തേക്ക് കയറിയത്. പെട്ടെന്ന് തൊട്ടു പുറകിൽ ഒരു മുഴക്കമുള്ള ശബ്ദം കേട്ടതും ലൈറ്റ് ഞെട്ടിത്തിരിഞ്ഞ് എണീക്കുകയാണ്. പുറകെ കണ്ട കാഴ്ച അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്നതാണ്. പേടിച്ചരണ്ട് ലൈറ്റ് കിടക്കയിലേക്ക് വീഴുകയാണ്. ഒരു ഭീകര രൂപം തൊട്ടു പുറകിൽ നിൽക്കുകയാണ്. പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ചിത്രകഥാ രൂപത്തിൽ മാത്രം കണ്ടു പരിചയിച്ചിട്ടുള്ള ഒരു രൂപം.
ശരിക്കും മുടിയൊക്കെ നീണ്ടു കിടക്കുന്ന ഒരു വല്ലാത്ത ശൈലിയിലുള്ള കവളലൊക്കെ ഒട്ടിയ ചെവിയൊക്കെ നീണ്ടു നിൽക്കുന്ന കോമ്പല്ലുകളുള്ള താടി നീണ്ടിരിക്കുന്ന ഈ ഭൂമിയിലെ ആളല്ല എന്ന് തോന്നുന്ന ഒരു രൂപം. ആ രൂപം ലൈറ്റിനെ തന്നെ സൂക്ഷിച്ചു നോക്കിയാണ്. അമ്പരന്നിരിക്കുന്ന ലൈറ്റിനോടായി ആ രൂപം ചോദിക്കുകയാണ്, നീ എന്താ പേടിച്ചു പോയോ? നിന്റെ കയ്യിലിരിക്കുന്ന ആ ഡെത്ത് നോട്ട് എന്റേതാണ്. അമ്പരപ്പോടെയാണ് ഈ വാക്കുകൾ ലൈറ്റ് ആദ്യം കേട്ടത്. പെട്ടെന്ന് തന്നെ ലൈറ്റ് സ്വബോധത്തിലേക്ക് മടങ്ങി വരികയാണ്. ലൈറ്റ് ജപ്പാനിലെ 1ാം നമ്പർ സ്റ്റുഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ദിവസമാണ്. മിടുക്കനാണ്. അതുകൊണ്ട് തന്നെ ലൈറ്റ് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവുകയാണ്. ലൈറ്റ് പെട്ടെന്ന് ആ രൂപത്തോട് ചോദിച്ചു, ഷിനിഗാമി? ലൈറ്റ് അത് ചോദിച്ചതും ആ രൂപം അതേ എന്ന അർത്ഥത്തിൽ തലയാട്ടുകയാണ്. ആ തലയാട്ടൽ കണ്ടതും അതുവരെ നമ്മൾ കണ്ട ലൈറ്റിനെയല്ല പിന്നെ കാണുന്നത്. ലൈറ്റ് പെട്ടെന്ന് കിടക്കിന്ന് ചാടി എണീക്കുകയാണ്. കസേര പിടിച്ചിട്ട് അതിനകത്തേക്ക് ഇരുന്നു. വളരെ കൂളായിട്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളെ പ്രതീക്ഷിക്കുകയായിരുന്നു. ഷിനിഗാമിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ലൈറ്റ് പറഞ്ഞ വാചകമാണ്. ലൈറ്റിന്റെ ബുദ്ധിശക്തി വെളിവാകുന്ന ഒരു ഡയലോഗാണ് തുടർന്ന് കേൾക്കുന്നത്. സത്യം പറയാലോ, ഷിനിഗാമി റിയൂക്കിന്റെ പുസ്തകമാണ് തൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നതെന്ന് ഇതിനിടയിൽ ലൈറ്റ് മനസ്സിലാക്കിയിരുന്നു. ആ പുസ്തകത്തിന്റെ ഉടമയുടെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഷിനിഗാമി റിയൂക്കിൻ്റെതാണ് ഈ പുസ്തകമെന്ന് ലൈറ്റ് മനസ്സിലാക്കിയിരിക്കുകയാണ്. ആ അറിവിന്റെ ബേസിലാണ് റിയൂക്കിനോട് ഇപ്പോൾ ലൈറ്റ് സംസാരിക്കുന്നത്. റിയൂക്ക്, ഈ ബുക്ക് ഒരു സാധാരണ പുസ്തകമല്ലെന്ന് മനസ്സിലാക്കുവാൻ എനിക്ക് അധികം സമയമൊന്നും വേണ്ടി വന്നില്ല കേട്ടോ. എനിക്കത് മനസ്സിലായി. പിന്നെ നിങ്ങളോട് ചില കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. അത്രയും പറഞ്ഞിട്ട് ലൈറ്റ് ആ പുസ്തകം തുറന്ന് റിയൂക്കിനെ കാണിക്കുകയാണ്. തുറന്ന ആ പുസ്തകം കണ്ട റിയൂക്ക് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയാണ്. ഞെട്ടിപ്പോയ റിയൂക്ക് ലൈറ്റിന്റെ കയ്യിൽ നിന്ന് ആ ബുക്ക് വാങ്ങി. ആ ബുക്ക് റിയൂക്ക് മറിച്ചു നോക്കുകയാണ്. 2 വരികളിലായി ഒത്തിരി പേരുകളാണ് ലൈറ്റ് എഴുതിയിരിക്കുന്നത്. പേര് എഴുതി മടി പിടിച്ച വ്യക്തിയാണ് യഥാർത്ഥത്തിൽ റിയൂക്ക്. പേരെഴുതാൻ മടിച്ചിട്ടാണ് റിയൂക്ക് ആ പുസ്തകം ഭൂമിയിലേക്ക് താഴോട്ടിട്ടത്. ഇവിടെ ഇതാ വെറും 5 ദിവസം കൊണ്ട് ഒത്തിരി പേരുകൾ ലൈറ്റ് എഴുതി പൂർത്തീകരിച്ചിരിക്കുന്നു. അത്ഭുതത്തോടെ അമ്പരപ്പോടെയാണ് റിയൂക്ക് ആ പേരുകൾ വായിച്ചു പോയത്. ലൈറ്റ് എഴുതിയിരിക്കുന്ന പേരുകളിലൂടെ കടന്നുപോയ റിയൂക്കിന് ഒരേ സമയത്ത് 2 വികാരങ്ങളാണ് അനുഭവപ്പെടുന്നത്. ലൈറ്റിനോട് ഒരു ബഹുമാനവും ലൈറ്റിന്റെ പ്രവൃത്തിയോട് ഒരു എക്സൈറ്റ്മെന്റും, അതേസമയം ലൈറ്റിനോട് ഒരു ഭയവും തോന്നുകയാണ്. റിയൂക്കിന്റെ മുഖത്തുണ്ടാകുന്ന ഭാവമാറ്റങ്ങൾ കൗതുകപൂർവ്വം വീക്ഷിച്ചുകൊണ്ടിരുന്ന ലൈറ്റ് റിയൂക്കിനോട് പറഞ്ഞു, ഞാൻ ഈ ചെയ്ത പ്രവൃത്തികളുടെ ഫലം അതെന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിന്റെ കോൺസിക്വൻസസ് അതെന്ത് തന്നെയാണെങ്കിലും അനുഭവിക്കാൻ ഞാൻ ബാധ്യസ്ഥനുമാണ്. അതൊന്നുമല്ല എൻ്റെ വിഷയം. എനിക്കറിയാം ഇത് എനിക്ക് നൽകിയിരിക്കുന്ന ചാൻസ് എന്താണെന്ന്. എനിക്ക് ഈ ലോകം കീഴടക്കാനുള്ള ഒരു വലിയ ചാൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഞാനത് ഉപയോഗിക്കുന്നതിനെ ചെയ്യും. Now I become the God. ഞാൻ ദൈവമായിരിക്കുന്നു. ആളുകളെ കൊല്ലാനുള്ള കരുത്ത് ഞാൻ നേടിയിരിക്കുന്നു. 17 വയസ്സ് മാത്രമുള്ള ഒരു സ്കൂൾ പയ്യനിൽ നിന്ന് മാറി സർവശക്തനായ ഓംനിപൊട്ടന്റായ ദൈവമായി ലൈറ്റ് മാറുന്ന ഒരു നിമിഷമാണ്. റിയു കൗതുകപൂർവ്വമാണ് ലൈറ്റിനെ നോക്കുന്നത്. അല്പം സംശയത്തോടെ ലൈറ്റ് അമ്പരം നിൽക്കുന്ന റിയൂക്കിനോട് ചോദിച്ചു, നീ വന്നത് ഈ പുസ്തകം തിരിച്ചെടുക്കാനാണോ? റിയൂക്ക് യഥാർത്ഥത്തിൽ ഇവിടെ അമ്പരപ്പിക്കുന്നത് ലൈറ്റിനെയാണ്. ഹേയ്, നീ വെച്ചോ ഈ പുസ്തകം, നിനക്ക് ഞാൻ നൽകിയ പുസ്തകമാണ്. ഇപ്പോഴാണ് ലൈറ്റിനൊരു സംശയം വന്നത്. ലൈറ്റിനെ തേടി പിടിച്ച് ഈ പുസ്തകം റിയൂക്ക് എത്തിച്ചതാണോ എന്നൊരു സംശയമാണ് ലൈറ്റിനുണ്ടായത്. ലൈറ്റ് ആ കാര്യം റിയൂക്കിനോട് ചോദിച്ചു. റിയൂക്ക് ലൈറ്റിനോട് വ്യക്തമായ മറുപടി പറയുകയാണ്, ഒരിക്കലുമല്ല. ഞാനത് നിന്നെ മനസ്സിൽ കണ്ടിട്ട് താഴോട്ടിട്ട പുസ്തകമല്ല. ഞാൻ താഴോട്ട് ഇട്ടത് ആർക്കെങ്കിലും കിട്ടാൻ വേണ്ടി തന്നെയാണ്. മനുഷ്യരുടെ കയ്യിൽ ഈ പുസ്തകം കിട്ടുമ്പോൾ മാത്രമേ ഇതിനകത്തൊരു ത്രില്ല് വരത്തുള്ളൂ. ഞാനിത് കാലങ്ങളായി ഉപയോഗിക്കുന്ന പുസ്തകമാണ്. ആരെ കൊന്നാലും എനിക്ക് പ്രത്യേകിച്ച് ഒരു അനുഭവം ഉണ്ടാവില്ല. നിങ്ങളിത് ചെയ്യുമ്പോൾ ഇതിനകത്തൊരു ത്രില്ലുണ്ട്. ആ ത്രില്ല് കാണാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഞാൻ ഈ പുസ്തകം താഴോട്ടിട്ടത്. റിയൂക്ക് പറയുന്നത് വളരെ ശ്രദ്ധാപൂർവം ലൈറ്റ് കേൾക്കുകയാണ്.
റിയൂക്ക് പെട്ടെന്ന് ലൈറ്റിനെ ഒരു കാര്യം ഓർമ്മിപ്പിച്ചു. ഈ പുസ്തകം നിന്റെ കയ്യിൽ ഇരിക്കുന്നത് കൊണ്ടാണ് നിനക്ക് എന്നെ കാണാൻ കഴിയുന്നത്. അതേപോലെ ഒരു കാര്യം നീ ഓർക്കുക, ഈ പുസ്തകം നിന്റെ കയ്യിൽ നിന്ന് മിസ്സായാൽ ആ നിമിഷത്തിൽ ഈ പുസ്തകവും ഞാനും ഉൾപ്പെടെയുള്ള എല്ലാ സംഭവങ്ങളും നിന്റെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോകും. നിനക്ക് പിന്നെ ഈ പുസ്തകവുമായിട്ടുള്ള ഒരു ബന്ധവും ഉണ്ടാവില്ല. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് റിയൂക്ക് പതുക്കെ ആ വാതിലിലൂടെ തന്നെ പുറത്തേക്ക് അപ്രത്യക്ഷമാവുകയാണ്. പെട്ടെന്ന് വാതിൽ തുറന്ന് ലൈറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു പോസ്റ്റിന് മുകളിൽ റിയൂക്ക് ഇരിക്കുന്നത് ലൈറ്റ് കാണുകയാണ്. ലൈറ്റ് ആ പോസ്റ്റിന് താഴെ എത്തി. റിയൂക്ക് ലൈറ്റിനോട് സംസാരിച്ചപ്പോൾ ലൈറ്റിനോട് സംശയം, ആളുകളൊക്കെ കേൾക്കുന്നില്ലേ എന്ന്. പെട്ടെന്ന് റിയൂക്ക് ലൈറ്റിനോട് പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ സംസാരിക്കുന്നത് നിനക്ക് മാത്രമേ കേൾക്കാൻ പറ്റൂ. ഒരുപാട് ആളുകൾ ലൈറ്റിന് സമീപത്തൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ലൈറ്റിനോട് റിയൂക്ക് ഈ കാര്യങ്ങൾ പറയുന്നത്. ഈ പറച്ചിൽ ലൈറ്റിന് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ലൈറ്റിനോടൊപ്പം എപ്പോഴും റിയൂക്ക് ഉണ്ടാവും. പക്ഷെ ആർക്കും റിയൂക്കിനെ കാണാൻ കഴിയില്ല, ലൈറ്റിന് മാത്രമേ കാണാൻ കഴിയൂ. റിയൂക്കും ലൈറ്റും സംസാരിച്ചുകൊണ്ടിങ്ങനെ പോവുകയാണ്. റിയൂക്ക് പോസ്റ്റിൽ നിന്ന് മതിലിലേക്ക് ചാടിയും വാഹനത്തിലേക്ക് ചാടിയും ഒക്കെ ഇങ്ങനെ വളരെ രസകരമായിട്ട് ലൈറ്റിനടുത്ത് കൂടെ പോവുകയാണ്. ലൈറ്റ് റിയൂക്കിനോട് സംസാരിച്ച് ആ ഫുട്പാത്തിൽ കൂടെ നടക്കുകയാണ്. ലൈറ്റ് റിയൂക്കിനോട് ചോദിച്ചു, ഞാൻ ഈ പുസ്തകം ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ? ഒരു തെറ്റുമില്ല, നീ ഒരു മനുഷ്യനല്ലേ, നിനക്ക് എത്ര വേണമെങ്കിലും ഈ പുസ്തകം ഉപയോഗിക്കാം. അപ്പോൾ ഒരു പ്രശ്നമില്ല. പ്രശ്നമില്ലേന്ന് ചോദിച്ചാൽ അതിനകത്തൊരു പ്രശ്നമുണ്ട്. ഈ പുസ്തകം ഉപയോഗിക്കുന്ന ആള് നാളെ മരിക്കുമ്പോൾ ആ ആൾക്ക് സ്വർഗത്തിലും പോകാൻ പറ്റില്ല, നരകത്തിലും പോകാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ ഏക പ്രശ്നം. സ്വർഗവും നരകവും ഇല്ലാത്ത ഒരു ലോകത്തേക്ക് സാക്ഷാൽ ലൈറ്റിന് പോകേണ്ടി വരുമെന്നാണ് റിയൂക്ക് ലൈറ്റിനെ ഓർമ്മിപ്പിക്കുന്നത്. ആ പറച്ചിൽ കേട്ടിട്ടും ലൈറ്റിന് പ്രത്യേകിച്ച് അതിനകത്തൊന്നും തോന്നിയില്ല. പെട്ടെന്ന് റിയൂക്ക് ലൈറ്റിനോട് ആ പ്രധാന ചോദ്യം ചോദിക്കുകയാണ്, നീ ഒരുപാട് പേരുകൾ എഴുതിയിരിക്കുകയാണല്ലോ, ഇത്രയും പേരുകളൊക്കെ എങ്ങനെ എഴുതാൻ പറ്റി? അതിന് വളരെ രസകരമായൊരു മറുപടിയാണ് ലൈറ്റ് പറഞ്ഞത്. സത്യം പറയാമല്ലോ, ഞാനും ബോറടിച്ചിരിക്കരുത്. സത്യം പറയാമല്ലോ, ഈ ബോറടിയിൽ നിന്ന് എന്നെ രക്ഷിച്ചത് ഈ ഡെത്ത് നോട്ടാണ്. ഇതിനകത്തുള്ള പേരുകൾ എഴുതിയാണ് ഞാൻ ഈ 5 ദിവസവും എൻ്റെ ബോറടിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. ബോറടിയിൽ നിന്ന് രക്ഷപ്പെടാനായി ഒരുപാട് പേരുകൾ ഡെത്ത് നോട്ടിലേക്ക് എഴുതിയ ലൈറ്റിനെ കൗതുകപൂർവ്വമാണ് ഇപ്പോൾ റിയൂക്ക് നോക്കുന്നത്. റിയൂക്ക് എന്തുകൊണ്ട് ഈ പുസ്തകം താഴോട്ട് ഇട്ടെന്ന് വെച്ചാൽ, ഈ പുസ്തകം ഉപയോഗിക്കുന്ന ആള് സ്വാഭാവികമായും അല്പസമയം കഴിയുമ്പോൾ ഒരു ഭയമുള്ള ആളായി മാറും. പിടിക്കപ്പെടുമോ എന്നുള്ള ഭയം അയാൾക്കുണ്ടാകും. പിടിക്കപ്പെടുമോ എന്ന് ഭയമുള്ള ആളെ കാണാൻ നല്ല രസം ഉണ്ടാകും. ആ രസം കാണാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ റിയൂക്ക് ഈ പുസ്തകം ഭൂമിയിലേക്ക് ഇട്ടത്. ഇവിടെ ഇതാ പുസ്തകം കയ്യിൽ വെച്ചിരിക്കുന്ന ആൾ പറയുകയാണ്, ബോറടി മാറ്റാൻ അവനെ സഹായിച്ചത് യഥാർത്ഥത്തിൽ ഈ പുസ്തകമാണെന്ന്. പെട്ടെന്ന് റിയൂക്ക് ലൈറ്റിനോട് ചോദിച്ചു, നീ ഇത് എങ്ങനെ ഉപയോഗിച്ചു തുടങ്ങിയ? അത് നല്ല രസമുള്ള കാര്യമല്ലേ. പുസ്തകം കിട്ടി ഞാൻ വീട്ടിലെത്തി. ആദ്യം ഞാൻ കരുതിയത് ഇതൊരു പറ്റിപ്പ് പരിപാടിയാണെന്നാണ്. ഈ വാട്സാപ്പിലേക്ക് പല സന്ദേശങ്ങൾ വരുമല്ലോ, 10 പേർക്ക് അയച്ചു കൊടുത്താൽ ഐശ്വര്യം വരും, അയച്ചില്ലെങ്കിൽ നമ്മുടെ തല പൊട്ടിപ്പോകുന്നൊക്കെ പറഞ്ഞു വരില്ലേ, അതേ ശൈലിയിലുള്ള ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ആലോചിച്ചിരുന്ന ഞാൻ പെട്ടെന്നാണ് ആ വാർത്ത TV-യിൽ കണ്ടത്. ചാനലിൽ ഒരു ഫ്ലാഷ് ന്യൂസ്, ഞാൻ താമസിക്കുന്ന വീടിനടുത്തായി ഒരു അക്രമി കുറച്ച് ആളുകളെ വെടിവെച്ച് കൊന്നിരിക്കുന്നു. അതിനുശേഷം അയാൾ ഒരു സ്കൂളിൽ കയറി 6 കുട്ടികളെ തടവിലാക്കി, കൂടെ ആ ടീച്ചറെ. 6 പേരെ വെടിവെച്ച് കൊന്ന അക്രമിയാണ്. ആ അക്രമി 7 പേരെ ബന്ദിയാക്കിയിരിക്കുന്നു. പോലീസ് ആ സ്കൂൾ വളഞ്ഞിരിക്കുകയാണ്. ഇതാണ് ഫ്ലാഷ് ന്യൂസ്. ഞാൻ കൗതുകപൂർവ്വം ആ വാർത്ത കാണുകയായിരുന്നു. പെട്ടെന്നാണ് ആ അക്രമിയുടെ ഫോട്ടോയും അയാളുടെ പേരും TV ചാനലിൽ തെളിഞ്ഞത്. ആ അക്രമിയുടെ പ്രായം 42 വയസ്സാണ്. അയാളുടെ പേര് ഓട്ടോ ഹാര കോറോ എന്നാണ്. എൻ്റെ കയ്യിൽ ഡെത്ത് നോട്ട് ഇരിക്കുകയാണ്. TV-യിൽ ആ അക്രമിയുടെ മുഖമുണ്ട്, കൂടെ അയാളുടെ പേരുമുണ്ട്. ഞാൻ ക്ലോക്കിലോട്ട് നോക്കി. സമയം വൈകുന്നേരമാണ്. വൈകുന്നേരം 6 മണി കഴിഞ്ഞ് 22 മിനിറ്റും 10 സെക്കൻഡും. പെട്ടെന്ന് ഞാൻ എൻ്റെ കയ്യിലെ ആ ഡെത്ത് നോട്ടിൽ TV കാണിക്കുന്ന അയാളുടെ മുഖം നോക്കിക്കൊണ്ട് ആ പേരെഴുതി, ഓട്ടോ ഹാര കോറോ.
40 സെക്കൻഡ് കഴിയുമ്പോൾ ആ ആൾ മരിക്കുമെന്നാണ് ഈ ഡെത്ത് നോട്ട് പറയുന്നത്. ഞാൻ അതറിയാൻ വേണ്ടി ടി വി തന്നെ നോക്കിയിരിക്കുകയാണ്. 10 സെക്കൻഡായി, 30ആയി, 40ആയി, ഒന്നും സംഭവിച്ചില്ല. എനിക്ക് അപ്പോൾ ഉറപ്പായി ഇതൊരു പറ്റിപ്പ് പുസ്തകം തന്നെ. പെട്ടെന്നാണ് ലൈവ് ടെലികാസ്റ്റ് കാണിച്ചുകൊണ്ടിരുന്ന ആളുകൾ ആ ദൃശ്യം കാണിക്കുന്നത്. പോലീസ് സ്കൂളിലേക്ക് ഓടിക്കയറുന്ന രംഗമാണ് കാണിക്കുന്നത്. പോലീസ് ഓടിക്കയറുന്നതും കുട്ടികളെയും ടീച്ചറെയും വാതിൽ വഴി പുറത്തേക്ക് കൊണ്ടുവരുന്ന രംഗം തുറന്ന് കാണിക്കുകയാണ്. ഞാൻ ആകാംക്ഷയോടുകൂടി ആ വിഷ്വൽ കാണാൻ കാത്തിരിക്കുകയാണ്. അക്രമിയെ പെട്ടെന്നാണ് ആ ന്യൂസ് ലൈവായി അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ആ അവതാരകൻ ആ സ്കൂൾ ബിൽഡിങ്ങിന് മുന്നിൽ നിന്ന് ആ വാർത്ത പറഞ്ഞത്. കുട്ടികളെയും ടീച്ചറെയും ബന്ദിയാക്കിയിരുന്ന 42 വയസ്സുള്ള ഓട്ടോഹാര ഏതാനും സെക്കൻഡുകൾക്ക് മുമ്പ് കുഴഞ്ഞു വീണ് മരിച്ചിരിക്കുന്നു. അയാൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ ആളുകൾ പോലീസിനോട് ചോദിച്ചു, എന്താ സംഭവം? അവർ വളരെ വ്യക്തമായി പറയാണ്, അവർ ഒരു വെടി പോലും ആ ആളിന് നേരെ ഉതിർത്തിട്ടില്ലെന്ന്. അതും ന്യൂസ് വഴി ഞാൻ അറിഞ്ഞു. പോലീസ് വെടിയുതിർക്കാതെ ടീച്ചറിനെയും കുട്ടികളെയും ഗൺ പോയിന്റ് നിർത്തിയിരുന്ന ആ അക്രമി പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു. ഇനി ഇത് യാദൃശ്ചികമായി സംഭവിച്ചതാണോ അതോ ഞാൻ ഡെത്ത് നോട്ടിൽ എഴുതിയതുകൊണ്ട് സംഭവിച്ചതാണോ? എനിക്കിനാകെ സംശയമായി. അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ലൈറ്റിൻ്റെ അമ്മ വാതിലിൽ മുട്ടുന്നത്. അമ്മ ലൈറ്റിന് ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ വന്നതാണ്. 6:30 മണിക്കാണ് ലൈറ്റിന് ട്യൂഷനുള്ളത്. അമ്മ അത് ഓർമ്മിപ്പിച്ച ഉടൻ തന്നെ ലൈറ്റ് ട്യൂഷൻ പോകാൻ റെഡിയായി. പോകുന്ന പോക്കിൽ ഡെത്ത് നോട്ടുകൂടെ കൂടെ എടുക്കുകയാണ്. ഡെത്ത് നോട്ട് കയ്യിലിരിക്കുന്ന ലൈറ്റിൻ്റെ മനസ്സിൽ ട്യൂഷൻ ക്ലാസ് ഇരിക്കുമ്പോഴും ഒരേ ഒരു ചിന്ത മാത്രമാണുള്ളത്. നേരത്തെ കൊല്ലപ്പെട്ട അക്രമി ലൈറ്റ് ഡെത്ത് നോട്ടിൽ പേരെഴുതിയത് കൊണ്ടാണോ മരിച്ചത്? അതൊന്ന് കൺഫേം ചെയ്യണം. ആ ഒരു ചിന്ത മാത്രമാണ് ഈ സമയത്ത് ലൈറ്റിനുള്ളത്. ലൈറ്റ് പഠനത്തിൽ അതീവ മിടുക്കനാണ്. എപ്പോഴും പഠനത്തിൽ 1ാം നിലയിൽ വരണമെന്നുള്ള ലൈറ്റിന് ആഗ്രഹമാണ്. ആ ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ട്യൂഷന് പോകുന്നത്. ഇതൊക്കെയാണെങ്കിലും ഈ നിമിഷത്തിൽ ലൈറ്റിന്റെ മനസ്സിലുള്ള ഏക ചിന്ത ആ അക്രമിയുടെ മരണമാണ്. ട്യൂഷൻ കഴിഞ്ഞ ഉടൻ ലൈറ്റ് വീട്ടിലേക്ക് മടങ്ങുകയാണ്. സന്ധ്യ കഴിഞ്ഞു. ശരിക്കും ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട്. തെരുവിലൂടെ വരുമ്പോൾ പെട്ടെന്ന് ലൈറ്റ് ഒരു രംഗം കാണുകയാണ്. ഒരു സുന്ദരിയായ പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു യുവതിയെ 2-3 പേർ ശല്യം ചെയ്യുകയാണ്. ഒരു സ്പോർട്സ് ബൈക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണ് അതിൽ നേതാവായി നിൽക്കുന്നത്. അയാൾ അവളെ ബലമായി പിടിച്ച് ബൈക്കിൽ കയറ്റാനുള്ള ശ്രമത്തിലാണ്. അയാൾ ഉറക്കെ പറയുന്നുണ്ട്, ഞാൻ വിളിച്ചിട്ട് നിനക്ക് വരാൻ പേടിയെന്താ? അത് കേട്ടോണ് കൂടെ ഉള്ള ഒരുത്തൻ ആ പെൺകുട്ടിക്ക് ആ ആളെ പരിചയപ്പെടുത്തുകയാണ്. ഇതാരെന്നറിയാമോ? ഇതാണ് ശിബുമാരൻ ടാക്കോ. ശിബുമാരൻ ടാക്കോ വിളിച്ചാൽ കൂടെ പോവാത്ത പെൺകുട്ടികൾ ഈ നഗരത്തിലില്ല. നിനക്ക് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ നീ കൂടെ പൊയ്ക്കോ. ഒരു ഭീഷണിയുടെ ശബ്ദം ആ അനുയായിയുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നത് അതുവഴി നടന്നു വന്ന നമ്മുടെ ലൈറ്റിനെ ശ്രദ്ധയപ്പെടുകയാണ്. ലൈറ്റ് അവരെ ക്രോസ് ചെയ്ത് മുന്നോട്ട് നടക്കുകയാണ്. ഈ സമയത്ത് ലൈറ്റിന്റെ ശ്രദ്ധ ആ സ്ത്രീയിലും പതിഞ്ഞു. അവർ അക്ഷരാർത്ഥത്തിൽ ഭയപ്പെട്ട് നിൽക്കുകയാണ്. ആ സ്ത്രീയെ ബലമായി ബൈക്കിൽ പിടിച്ചു കയറ്റാനായി അവർ ശ്രമിക്കുമെന്ന് ലൈറ്റിന് മനസ്സിലായതും ലൈറ്റ് തൊട്ടടുത്ത് കണ്ട ഒരു പുസ്തക കടയിലേക്ക് കയറി. അതൊരു കോമിക് പുസ്തകങ്ങളൊക്കെ വിൽക്കുന്ന കടയാണ്. ആ കടയിലേക്ക് കയറിയ ലൈറ്റ് ഒരു കോമിക് പുസ്തകം എടുത്തു. ലൈറ്റിന്റെ മനസ്സിൽ ഇപ്പോൾ ഒരു ആശയമുണ്ട്. ആ ആശയം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് അടുത്ത നിമിഷത്തിലാണ്. ലൈറ്റ് ബാഗ് തുറന്ന് ആ ഡെത്ത് നോട്ട് എടുക്കുകയാണ്. ആ കോമിക് ബുക്കിന്റെ അകത്തേക്ക് ആ ഡെത്ത് നോട്ട് വെച്ചു. അത് വെച്ചിട്ട് ലൈറ്റ് പുറത്തോട്ട് നോക്കി. ഈ നിമിഷത്തിൽ ലൈറ്റ് കാണുന്നത് ആ ബൈക്കുകാരൻ്റെ അടുത്തുനിന്ന് ഓടി മാറാൻ ശ്രമിക്കുന്ന ആ യുവതിയാണ്. ആ യുവതിയുടെ പുറകെ തന്നെയുണ്ട് ആ ബൈക്ക് ഓടിക്കുന്ന ആളും അതുപോലെ ആ കൂട്ടാളിയും. അവർ അവളെ ശല്യം ചെയ്യാൻ ഉറച്ചു തന്നെയാണ്. അയാളുടെ പേര് കേട്ട ഓർമ്മയാണ് ഇപ്പോൾ ലൈറ്റിനുള്ളത്. ലൈറ്റ് ആ പേര് എഴുതുകയാണ്, ഷിബുമാരൻ ടാക്കു. ഷിബുമാരൻ ടാക്കു എന്ന് എഴുതിയപ്പോൾ ലൈറ്റിനൊരു സംശയം, ഈ എഴുതിയ സ്പെല്ലിംഗ് കറക്റ്റ് ആണോ? കറക്റ്റ് ആണെങ്കിലല്ലേ അയാൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കൂ. അല്പ വ്യത്യാസത്തിൽ ആ പേര് ഒരിക്കൽ കൂടി എഴുതുകയാണ്, ഷിബുമാരൻ ടാക്കു. പിന്നെയും സംശയം തോന്നി. വീണ്ടും ആ പേര് ഒരിക്കൽ കൂടി എഴുതി. അല്പസ്വല്പ വ്യത്യാസത്തിൽ 7 തവണയാണ് ഷിബുമാരൻ ടാക്കു എന്ന് ലൈറ്റ് എഴുതിയത്. ഇപ്രാവശ്യം ഒരു കാര്യം കൂടി ലൈറ്റ് ചെയ്തു. ഷിബുമാരൻ ടാക്കു എന്ന് എഴുതുമ്പോൾ ഒക്കെ ആ പേരിന് നേരെ ആക്സിഡന്റ് എന്ന് കൂടെ എഴുതി. ആക്സിഡന്റ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. എങ്ങനെയാണ് ആക്സിഡന്റ് എന്ന് യഥാർത്ഥത്തിൽ ലൈറ്റ് എഴുതിയിട്ടില്ല. ആ പേരുകൾ
ഡെത്ത് നോട്ടിൽ എഴുതിയതിനു ശേഷം ലൈറ്റ് ആ കോമിക് ബുക്ക് പതുക്കെ വായിക്കുകയാണ്. വായിക്കുന്ന സമയത്ത് കയ്യിലെ റിസ്റ്റ് വാച്ചിൽ സമയം നോക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ അവിടെ ഗ്ലാസ് ഡോറിൽ കൂടി ലൈറ്റ് പുറത്തോട്ട് നോക്കുന്നുണ്ട്. അപ്പോഴാ ലൈറ്റ് ആ കാഴ്ച കണ്ടു. ആ പെൺകുട്ടി ഓടിപ്പോകുന്ന പെൺകുട്ടിയുടെ പുറകിലായി ബൈക്കിലൂടെ ആ ഷിബുമാരോ പാഞ്ഞു പോകുന്നത് കാണാം. ഷിബുമാരുടെ ശബ്ദവും ലൈറ്റ് കേൾക്കുന്നുണ്ട്. ഓടിയിട്ട കാര്യമില്ലടി, നിന്നെ ഞാൻ ഇപ്പോൾ പിടിക്കും, ഞാൻ ബൈക്കിലാണ്. ലൈറ്റ് വീണ്ടും തൻ്റെ കയ്യിലെ വാച്ചിലോട്ട് നോക്കി. ലൈറ്റിന് ഇപ്പോ ഗ്ലാസ് ഡോറിലൂടെ മുന്നോട്ട് ഓടിപ്പോകുന്ന ആ യുവതിയെയും ആ യുവതിയുടെ പുറകെ ബൈക്കിൽ കുതിക്കുന്ന ഷിബുവിനെയും കാണാം. ലൈറ്റ് ആ കണ്ണാടി കൂടെ തന്നെ നോക്കുകയാണ്. പെട്ടെന്നാണ് ലൈറ്റ് ആ കാഴ്ച കണ്ടത്. ആ പെൺകുട്ടിയുടെ പുറകെ പാഞ്ഞു പോകുന്ന ഷിബു ഓടിച്ച ബൈക്കിലേക്ക് ഒരു ബസ് വന്ന് ഇടിക്കുന്നത് ലൈറ്റ് നേരിൽ കാണുകയാണ്. ഗ്ലാസ്സിലൂടെയാണ് കാണുന്നതെങ്കിലും വളരെ വ്യക്തമായിട്ട് തന്നെ ലൈറ്റ് ആ കാഴ്ച കാണുകയാണ്. ലൈറ്റ് എഴുതിയതുപോലെ ഷിബു ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. ആ കാഴ്ച ഡെത്ത് നോട്ട് സത്യമാണെന്നുള്ള ബോധം ഉണ്ടാക്കിയ അതേ നിമിഷത്തിൽ തന്നെ ഒരു ഭയവും അറിയാതെ ലൈറ്റിന് ഉള്ളിലേക്ക് വരികയാണ്. 2 പേരെയാണ് കഴിഞ്ഞ 2 മണിക്കൂറിനുള്ളിൽ ലൈറ്റ് കൊന്നിരിക്കുന്നത്. 2 പേരും ക്രിമിനലുകളാണ്. പക്ഷേ അവരെ കൊല്ലാനുള്ള അവകാശവും അധികാരവും ലൈറ്റിനില്ലല്ലോ. ആ ചിന്ത ലൈറ്റിന്റെ മനസ്സിലേക്ക് വന്നു. ലൈറ്റിനൊരു ഭയം ഉണ്ടാവുകയാണ്. ലൈറ്റ് വേഗം വീട്ടിലേക്ക് മടങ്ങിയെത്തിയ ലൈറ്റിന് ആകെപ്പാടെ ടെൻഷനായിരിക്കുകയാണ്. 17 വയസ്സ് മാത്രം പ്രായമുള്ള ലൈറ്റിന് 2 കൊലപാതകം നടത്തിയ ആളാണ് താനെന്നുള്ള വിചാരം തന്നെ വല്ലാത്തൊരു ഭയമുണ്ടാക്കുകയാണ്. വീട്ടിൽ അമ്മയും അച്ഛനും മറ്റുള്ളവരൊക്കെ അറിഞ്ഞാൽ എന്താകും അവസ്ഥ? ലൈറ്റിന് ഉറങ്ങാൻ കിടന്നിട്ടും ഉറക്കം വരുന്നില്ല. തിരികെ മറിഞ്ഞ് കിടക്കുകയാണ്. അപ്പം മറ്റൊരു ചിന്ത ലൈറ്റിന്റെ മനസ്സിലേക്ക് വരികയാണ്. ദൈവമായിട്ട് ഒരു ചാൻസ് ലൈറ്റിന് കൊടുത്തിരിക്കുകയാണ്. വെറും ചാൻസ് അല്ല, ഈ നാട്ടിലെ ഈ ലോകത്തിലെ അക്രമികളെ ഇല്ലാതാക്കാനുള്ള ഒരു ചാൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ദൈവം തന്നെ ഏൽപ്പിച്ച ജോലിയാണ്. ആ ചിന്ത പതുക്കെ ലൈറ്റ് മനസ്സിലേക്ക് ഉറച്ചതും ആ രാത്രി തന്നെ ലൈറ്റ് ചാടി എണീക്കുകയാണ്. ലൈറ്റ് അയാളുടെ കമ്പ്യൂട്ടർ ഓണാക്കിയതിന് ശേഷം ന്യൂസ് ചാനലിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ അയാൾക്ക് ചുറ്റും നടന്ന അക്രമ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്നാണ് അയാൾ നോക്കിയത്. ആ അക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തവർ ആരൊക്കെയാണ്, അവരുടെ മുഖം, അവരുടെ പേര്, ഇത് രണ്ടുമാണ് ലൈറ്റ് നോക്കുന്നത്. മുഖവും പേരും വ്യക്തമായ ഉടൻ ലൈറ്റ് ആ മുഖത്തേക്ക് നോക്കിയിട്ട് ആ പേര് ഡെത്ത് നോട്ടിലങ്ങ് എഴുതുകയാണ്. 2 ദിവസം കൊണ്ട് 50 പേരുകളാണ് ലൈറ്റ് എഴുതി പൂർത്തീകരിച്ചത്. 5 ദിവസം കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ റിയൂക്ക് ലൈറ്റിന് മുന്നിൽ എത്തുന്നത്. ഈ 5 ദിവസം കൊണ്ട് 52 ആളുകളുടെ പേരുകളാണ് ലൈറ്റ് ആ ഡെത്ത് നോട്ടിൽ എഴുതിയത്. ഈ 52 പേരും മരണപ്പെട്ടിരിക്കുകയാണ്. ഒരേ ഒരാൾ മാത്രമാണ് ആക്സിഡന്റിൽ മരിച്ചിരിക്കുന്നത്. ബാക്കി 51 ആളുകളും ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചിരിക്കുകയാണ്. ലൈറ്റിന്റെ പ്രവർത്തികൾ ഒരേ സമയം റീഗിനെ അമ്പരപ്പിക്കുകയും അതേസമയം രസിപ്പിക്കുകയും ചെയ്യുകയാണ്. എന്താ ഇനി പരിപാടി? ലൈറ്റിന് വ്യക്തമായ ഉത്തരമുണ്ട്. ലൈറ്റ് റിയൂക്കിനോട് പറഞ്ഞു, ഈ ലോകത്തിൽ ഒരുപാട് അക്രമ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, ശരിയല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആ ശരികേട് കാണിക്കുന്ന, അക്രമം കാണിക്കുന്ന സകലരെയും കൊല്ലുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അതിന് ഞാൻ ഈ ഡെത്ത് നോട്ട് ഉപയോഗിക്കും. കൗതുകപൂർവ്വം ലൈറ്റിനെ നോക്കിയിട്ട് റിയൂക്ക് ലൈറ്റിനോട് ചോദിച്ചു, മുഴുവൻ അക്രമികളെയും കൊന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു അക്രമിയെ ഈ ലോകത്ത് കാണുള്ളൂ, അത് നീ ആയിരിക്കുമല്ലോ. പെട്ടെന്ന് ലൈറ്റ് ചിരിച്ചു പോവുകയാണ്. ലൈറ്റ് ചിരിച്ചുകൊണ്ട് റിയൂക്കിനോട് പറഞ്ഞു, ഏയ് അങ്ങനെയല്ല, ഒരേ ഒരു നല്ല മനുഷ്യനെ അവശേഷിക്കൂ, ദ ഓൺലി ഗോഡ്, ദ ഓംനിപോട്ടന്റ് ഗോഡ്, അതായിരിക്കും ഞാൻ. ദൈവത്തിന് തുല്യമായി മാറും, ദൈവത്തിന്റെ പ്രതിപുരുഷനായി മാറും. 17 വയസ്സ് മാത്രം പ്രായമുള്ള സാക്ഷാൽ ലൈറ്റ് റിയൂക്കിനോട് അത് പറയുമ്പോൾ റിയൂക്ക് ശരിക്കും കൗതുകപൂർവ്വം ലൈറ്റ് തന്നെ നോക്കി നിൽക്കുകയാണ്. ഇതേ സമയത്ത് കുറേ ദൂരെ മാറി ഒരു മീറ്റിംഗ് നടക്കുകയാണ്. ആ മീറ്റിംഗ് മറ്റാരുടെയും മീറ്റിംഗ് അല്ല, ലോകത്തുള്ള സകല പോലീസ് ഓർഗനൈസേഷൻസിൻ്റെയും ഹെഡുകൾ അവിടെ ആ മീറ്റിങ്ങിന് എത്തിയിരിക്കുകയാണ്. ഇന്റർനാഷണൽ പോലീസ് ഓർഗനൈസേഷൻ്റെയും രഹസ്യ അന്വേഷണ ഏജൻസികളുടെ മീറ്റിംഗ് ആണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള അവർ ആ സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ ഒരു കാരണമുണ്ട്.
കഴിഞ്ഞ ഒരാഴ്ചയായി ക്രിമിനൽ കുറ്റങ്ങൾക്ക് പേര് കേട്ട 52 ആളുകൾ മരിച്ചിരിക്കുന്നു. അതിൽ ഒരേ ഒരാൾ, അയാൾ മാത്രമാണ് ആക്സിഡന്റിൽ മരിച്ചിരിക്കുന്നത്. ബാക്കി 51 പേരും ഹാർട്ട് അറ്റാക്ക് വന്നാണ് മരിച്ചിരിക്കുന്നത്. അതാണ് അവിടുത്തെ ചർച്ചാ വിഷയം. 52 അക്രമികൾ, അതിൽ 51 പേര് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുക. അതിനകത്ത് എന്തോ ഒരു അസ്വാഭാവികത ആ പോലീസ് മേധാവികൾക്ക് തോന്നുകയാണ്. അതിനെക്കുറിച്ചാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത്. ആരെങ്കിലും മനഃപൂർവ്വം അവരെ കൊന്നതാണോ? കൊന്നതാണെങ്കിൽ അത് എങ്ങനെ? ആരാണ് ഇതിന്റെ പിന്നിൽ? അത് കേട്ടതും ബ്രിട്ടന്റെ പോലീസ് തലവൻ പറഞ്ഞു, എനിക്ക് തോന്നുന്നത് ഇതൊരു ഭീകര സംഘടനയുടെ കളിയായിരിക്കുമെന്നാണ്. US-ന്റെ CIAക്കാർ പറഞ്ഞു, അതെ, അതിനാണ് സാധ്യത. പലരും പല അഭിപ്രായങ്ങൾ പറയുകയാണ്. ഇന്ത്യയുടെ റോ ഉൾപ്പെടെ എല്ലാവരും എത്തിയിട്ടുണ്ട്. സകലരുടെയും അഭിപ്രായം ഭീകര സംഘടനകൾ കൂട്ടായിട്ടോ ഒരുപാട് വ്യക്തികൾ ഒരുമിച്ചോ ഈ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അപ്പോഴും ആ ചോദ്യം എല്ലാവരും ഉന്നയിക്കുകയാണ്, ഹാർട്ട് അറ്റാക്ക് വന്നവരെങ്ങനെ മരിക്കും? സകലർക്ക് ഒന്നിച്ച് ഹാർട്ട് അറ്റാക്ക് വരിക, അതിനകത്തൊരു അസ്വാഭാവികതയുണ്ട്. പക്ഷെ ഹാർട്ട് അറ്റാക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. സകലരുടെയും രക്തം പരിശോധിച്ചു, ഒരു തരത്തിലുള്ള വിഷവും അവരുടെ ആരുടെയും ശരീരത്തിൽ കടന്നിട്ടില്ല. ആരാണ് ഇതിന്റെ പിന്നിൽ, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കും? പെട്ടെന്ന് അവിടെ ഒരു ഉത്തരം ഉയരുകയാണ്. സ്കോട്ട്ലൻഡ് യാർഡിന് ചുമതലയുള്ള ഉദ്യോഗസ്ഥരാണ് ആ ഉത്തരം പറഞ്ഞത്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് അന്വേഷിക്കുവാൻ ഈ ലോകത്ത് ഒരേ ഒരാൾക്കേ പറ്റൂ. സകലരും ആകാംക്ഷയോടുകൂടി സ്കോട്ട്ലൻഡ് യാർഡിന്റെ തലവനെ നോക്കുകയാണ്. ലോകത്തുള്ള മുഴുവൻ പോലീസ് ഓർഗനൈസേഷൻസും ശരിക്കും ബഹുമാനപൂർവ്വം നോക്കിക്കാണുന്നതാണ് സ്കോട്ട്ലൻഡ് യാർഡിനെ. അതുകൊണ്ട് തന്നെ സ്കോട്ട്ലൻഡ് യാർഡിന്റെ തലവൻ ഒരു കാര്യം പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കും. അദ്ദേഹം വളരെ കാര്യമായി സകലരെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് തോന്നുന്നത് മിസ്റ്റർ എൽ വിചാരിച്ചാലേ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്നാണ്. എല്ലാവർക്കും പരിചിതമായ പേരാണ് എൽ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, എല്ലിനെ ആരെയും കണ്ടിട്ടില്ല. എല്ലിന്റെ യഥാർത്ഥ പേര് പോലും ആർക്കും അറിയില്ല. മുഖവുമില്ല, പേരുമില്ല. പക്ഷെ എൽ എന്ന് എല്ലാവർക്കും അറിയാം. വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ പ്രശ്നങ്ങൾ മാത്രം ഏറ്റെടുക്കുന്ന ആളാണ് എൽ. എല്ലിനെ പോലൊരാള് ഇത് ഏറ്റെടുക്കുമോ? എല്ലിന് താല്പര്യം വരത്തക്ക രീതിയിൽ ഇതിനകത്ത് അങ്ങനെ ഒരു വിഷയം ഉണ്ടോ? അത്തരൊരു ചിന്തയാണ് പെട്ടെന്ന് ആളുകൾ പങ്കുവച്ചത്. പെട്ടെന്നാണ് കോട്ട് തലയുടെ മുകളിലേക്ക് പൊക്കി വെച്ചിരിക്കുന്ന, ശരിക്കും പൊക്കമുള്ള ഒരാൾ അകത്തേക്ക് കടന്നു വന്നത്. ആ ആൾ ആ പോലീസ് സംഘത്തോടായി പറഞ്ഞു, മിസ്റ്റർ എല്ലിന് താല്പര്യമുണ്ടെന്ന് മാത്രമല്ല, മിസ്റ്റർ എൽ ഇത് അന്വേഷിച്ച് തുടങ്ങിയിരിക്കുകയാണ്. സകലരും അത്ഭുതത്തോടെയാണ് ആ ശബ്ദത്തെ ശ്രവിക്കുന്നത്. എല്ലിനെ ആരും കണ്ടിട്ടില്ലെങ്കിലും ഈ വന്ന ആളിനെ എല്ലാവർക്കും പരിചയമുണ്ട്. ആ ആളാണ് എല്ലിന് വേണ്ടി കാര്യങ്ങളൊക്കെ സകലരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. രസകരമായ ഒരു കാര്യം, ഈ വ്യക്തിയും ഇന്നുവരെ എല്ലിനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. എല്ലിൻ്റെ നിർദ്ദേശം അയാൾക്ക് ഫോണിലോ നെറ്റിലോ ഒക്കെ ലഭിക്കും. ആ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ചുമതലയാണ് ഇയാൾക്കുള്ളത്. എൽ ഒരു വിവരം അയാൾ അറിയിച്ചിരിക്കുകയാണ്. ആ വിവരം ഈ ടീം അംഗങ്ങളോട് പങ്കുവയ്ക്കാനായിട്ടാണ് അയാൾ എത്തിയിരിക്കുന്നത്. വട്ടാരി ആ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സകലരും എൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കാനുള്ള ശ്രമത്തിലാണ്. വട്ടാരി പെട്ടെന്ന് അയാൾ കൊണ്ടുവന്ന ലാപ്ടോപ്പ് അവിടെ വെക്കുകയാണ്. ആ ലാപ്ടോപ്പിന്റെ കണക്ഷൻ പ്രൊജക്ടിലേക്ക് കൊടുത്തു. പെട്ടെന്ന് വലിയ ബിഗ് സ്ക്രീൻ ഓണായി. സകലരും എല്ലിനെ കാണാനായി ആ സ്ക്രീനിലേക്ക് നോക്കുകയാണ്. പെട്ടെന്ന് ആ സ്ക്രീനിൽ ഒരു ലെറ്റർ തെളിഞ്ഞു വരികയാണ്. എൽ, വളരെ മനോഹരമായി എഴുതിയിരിക്കുന്ന ഒറ്റ ലെറ്റർ എൽ. ആ ലെറ്റർ സ്ക്രീനിൽ വന്നതും സ്ക്രീനിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ്. എല്ലാവരെയും ഗ്രീറ്റ് ചെയ്തുകൊണ്ടാണ് എൽ സംഭാഷണം ആരംഭിക്കുന്നത്. എല്ലിൻ്റെ മുഖം അവിടെ പ്രത്യക്ഷമാകുന്നില്ലെങ്കിലും എല്ലിൻ്റെ ശരിക്കും ഗാംഭീര്യമുള്ള ശബ്ദം ആ സ്ക്രീനിലൂടെ അവിടെ മുഴങ്ങുകയാണ്. ഇവിടെ നിങ്ങൾ ഈ ചർച്ച ചെയ്യുന്ന വിഷയം ശരിക്കും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ്. ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്ത ക്രൂരമായ കൊലപാതക പരമ്പരയാണ് നടന്നിരിക്കുന്നത്. 52 മരണങ്ങൾ നമുക്കറിയാം. എത്ര പേർ മരിച്ചുവെന്ന് യഥാർത്ഥത്തിൽ നമുക്കാർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ കേസ് ഞാൻ എൽ ഏറ്റെടുക്കുകയാണ്. എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ആവശ്യമുണ്ട്. ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം. എല്ല് എന്താണ് മറ്റുള്ളവർ ചെയ്യേണ്ടതെന്നുള്ള നിർദ്ദേശമാണ് തുടർന്ന് ആ സ്ക്രീനിലൂടെ കൊടുക്കുന്നത്. ഇതേ സമയത്ത് അങ്ങ് അകലെ
ലൈറ്റ് സ്കൂൾ വിട്ട് പുറത്തോട്ട് ഇറങ്ങുകയാണ്. സ്കൂൾ വിട്ട് കുട്ടികൾ ഫുട്പാത്തിലൂടെ നടക്കുകയാണ്. ഒരുപാട് അക്രമികളാണ് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതാണ് കുട്ടികളുടെ സംഭാഷണത്തിൽ പ്രധാന വിഷയം. ലൈറ്റിന്റെ തലയ്ക്ക് മുകളിലൂടെ റിയുക്ക് പറന്ന് നടക്കുകയാണ്. റിയുക്കും ലൈറ്റും ആ കുട്ടികളുടെ സംഭാഷണം കേട്ട് ചിരിച്ചുകൊണ്ട് നടക്കുകയാണ്. ആ മരണത്തെക്കുറിച്ച് ലൈറ്റ് ഒരു അക്ഷരവും ഇടുന്നില്ല. കുട്ടികളോട് ചിരിച്ച് കളിച്ച് വരുന്ന ലൈറ്റിനോട് റിയുക്ക് പലതും ചോദിക്കുന്നുണ്ട്. റിയുക്കിന്റെ ചോദ്യങ്ങൾ കേട്ടിട്ടും മറുപടി പറയാതെയാണ് ലൈറ്റ് നടന്നിരുന്നത്. വീട്ടിലെത്തിയ ലൈറ്റിനോട് റിയുക്ക് ചോദിച്ചു, നീ എന്താ അതിനൊന്നും പറയാത്തെ? ലൈറ്റ് റിയുക്കിനോട് മറുപടി ഒന്നും പറയാതെ നേരെ മുറിക്കുള്ളിൽ കയറി അവിടെയുള്ള സിസ്റ്റം ഓണാക്കുകയാണ്. ഒരു വെബ്സൈറ്റ് റിയുക്കിന് മുന്നിൽ ലൈറ്റ് അവതരിപ്പിക്കുകയാണ്. റിയുക്ക്, നിനക്ക് ഈ ഭൂമിയിലെ മനുഷ്യരെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും നന്നായി അറിയില്ല. അതാണ് പ്രശ്നം. ഇവിടെയുള്ള മനുഷ്യർക്ക് രണ്ട് സ്വഭാവമുണ്ട്. പകൽ വെട്ടത്തിൽ അവർ വലിയ മാന്യന്മാരായിരിക്കും, സകല അക്രമ പ്രവർത്തനങ്ങൾക്കും എതിരായിരിക്കും. രാത്രിയായാൽ ഇതേ ഇവന്മാർ തന്നെ സകല അക്രമത്തെയും സകല തരത്തിലുള്ള തെമ്മാടിത്തരങ്ങളെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ഈ സൈറ്റുകൾ കണ്ട ഒരുപാട് വെബ്സൈറ്റുകൾ കാണിക്കുകയാണ്. സകല വെബ്സൈറ്റുകളും ഒരു ആളെയാണ് പ്രതിപാദിക്കുന്നത്. കീര, സാക്ഷാൽ കീര, ദ ഗോഡ് കീര. കീര അവതരിച്ചിരിക്കുകയാണ്. കീരയാണ് ലോകത്തുള്ള മുഴുവൻ അക്രമികളെയും കൊന്നൊടുക്കുന്നത്. അങ്ങനെയാണ് ആ സൈറ്റുകളിലൂടെ പറഞ്ഞു വെക്കുന്നത്. കീരയാണ് സകല കൊലപാതകങ്ങൾക്ക് പിന്നിലുള്ളത്. നാട്ടിൽ നടക്കുന്ന അക്രമ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുവാൻ പോലീസിന് പറ്റാതെ വന്നപ്പോൾ സാക്ഷാൽ കീര അവതരിച്ചിരിക്കുന്നു. ജയ് കീര. ആ ശൈലിയിലാണ് സകല വെബ്സൈറ്റുകളിലും ആളുകൾ കമന്റ് ചെയ്യുന്നത്. ആ സൈറ്റിൽ നമ്മൾ അന്യൻ സിനിമയിലെ പോലെ ആളുകൾക്ക് വന്ന് അക്രമികളായ ആളുകളുടെ പേരുകൾ കമന്റ് ചെയ്യാം. ആ കമന്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആളുകളുടെ പ്രവർത്തികൾ കീര വീക്ഷിച്ചതിന് ശേഷം കീര അവരെ കൊല്ലും എന്നൊക്കെയാണ് ഈ സൈറ്റിൽ പറയുന്നത്. അത് കണ്ട് സാക്ഷാൽ റിയൂക്കും ലൈറ്റും അക്ഷരാർത്ഥത്തിൽ പൊട്ടിച്ചിരിച്ചു പോവുകയാണ്. അവർ പോലും അറിയാതെ ഇതാ കഥകളാകെ മാറി മറിയുകയാണ്. ലൈറ്റ് ഇപ്പൊ ഇതാ കീരയായി മാറിയിരിക്കുന്നു. ഏതായാലും ലൈറ്റിന് ആ പദം ഇഷ്ടപ്പെട്ടു. കീര എന്നാണ് ഇനി മുതൽ ലൈറ്റിന്റെ നാമധേയം. ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ ഇനി ലൈറ്റ് എന്നാരും ലൈറ്റിനെ അറിയേണ്ട, കീര എന്നറിഞ്ഞാൽ മതി. ലൈറ്റും റിയൂക്കും കീര എന്ന വെബ്സൈറ്റും ലൈറ്റ് ഇനി മുതൽ കീര എന്ന പേരിലാണ് അറിയപ്പെടാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ചില ന്യൂസുകൾ അവിടെ ശ്രദ്ധയപ്പെടുന്നത്. ഒരു പത്രസമ്മേളനത്തെക്കുറിച്ചുള്ള അറിയിപ്പാണ് വാർത്തയായി വന്നിരിക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷയിലാണ് ആ പത്രസമ്മേളനം നടക്കുന്നത്. അതിന് ജാപ്പാനീസ് തർജ്ജമയും കൂടെ വരികയാണ്. സ്ക്രീനിൽ ഒരാളെ ഇപ്പൊ കാണാം. അയാളുടെ പേര് ലിൻഡ് എൽ ടൈലർ എന്നാണ്. അയാൾ ഒരു കാര്യം ലോകത്തോട് പറയാനായിട്ട് സ്ക്രീനിൽ വന്നിരിക്കുകയാണ്. എല്ലാ TV ചാനലുകളിലും ഇപ്പോൾ ഒരേ ഒരു മുഖം മാത്രമേ ഉള്ളൂ. അത് ലിൻഡ് എൽ ടൈലറുടെ മുഖമാണ്. സകല പ്രോഗ്രാമുകളും റദ്ദ് ചെയ്തുകൊണ്ട് ഇത് മാത്രം കാണിക്കുകയാണ്. അതീവ പ്രാധാന്യമുള്ള ഒരു പത്രസമ്മേളനമാണ് നടക്കുന്നത്. ലിൻഡ് എൽ ടൈലർ പറയുകയാണ്, ഞാൻ ലിൻഡ് എൽ ടൈലർ. നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ അറിയില്ല, എന്നാൽ എൻ്റെ ഷോർട്ട് നെയിം പറഞ്ഞാൽ നിങ്ങൾ അറിയും. ഞാനാണ് എൽ. ലൈറ്റും റിയൂക്കും TV-യിൽ ആ വാർത്ത കാണുന്ന ഇതേ നിമിഷത്തിൽ തന്നെ പല സ്ഥലത്തും ഈ വാർത്ത കാണുകയാണ്. കാൻറ്റോ റീജിയനിലെ പോലീസ് ചീഫും TV-യിൽ ഈ വാർത്ത കാണുകയാണ്. സാക്ഷാൽ എൽ ഇതാ TV സ്ക്രീനിൽ വന്നിരിക്കുന്നു. കാൻറ്റോയിലെ ആ പോലീസ് ചീഫും നേരത്തെ ഇന്റർപോൾ നടത്തിയ ആ മീറ്റിംഗിൽ പങ്കെടുത്തതാണ്. അന്ന് എല്ലിനെ കാണണമെന്ന് ആഗ്രഹിച്ചതാണ്. അന്ന് പക്ഷെ എല്ലെന്ന ചിഹ്നം മാത്രമാണ് സ്ക്രീനിൽ തെളിഞ്ഞത്. ഇപ്പൊ ഇതാ എല്ലിനെ ആദ്യമായി TV സ്ക്രീനിൽ കാണുകയാണ്. ശരിക്കും സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ. അന്ന് എല്ല് ഒരു വാക്ക് പറഞ്ഞിരുന്നു, ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ പോവുകയാണെന്ന്. ഇങ്ങനെയാണല്ലേ അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത്? അങ്ങനെ ചിന്തയാണ് ആ പോലീസ് ചീഫിന് ഉണ്ടായത്. എല്ല് തുടരുകയാണ്, കീര, നീ ചെയ്ത ഈ സീരിയൽ കില്ലിംഗ് ഞങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ്. നീ ചെയ്തത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രൂരതകളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ നിന്നെ വെറുതെ വിടുമെന്ന് നീ കരുതണ്ട. നിന്നെ എന്ത് വില കൊടുത്തും ഞങ്ങൾ പൂട്ടുക തന്നെ ചെയ്യും. എല്ല് TV-യിലൂടെ
കീരയോട് വെല്ലുവിളിക്കുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ലൈറ്റിന്റെ മുഖത്തൊരു പുച്ഛഭാവമാണ്. കാരണം സാക്ഷാൽ എല്ലിന്റെ മുഖം ആ ടി വി സ്ക്രീനിൽ വ്യക്തമായി കാണാം. കൂടെ പേരും എഴുതി കാണിക്കുന്നുണ്ട്. അത് രണ്ടും മതി ലൈറ്റ് എന്ന കീരയ്ക്ക് ഒരാളെ കൊല്ലാൻ. ആ ചിന്ത തന്നെ ലൈറ്റ് മനസ്സിലേക്ക് വന്നതും അറിയാതെ ഒരു പുഞ്ചിരി ലൈറ്റ് മുഖത്ത് വിരിയുകയാണ്. അപ്പോഴും ലൈറ്റ് എല്ല് പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. കീര, നീ എന്തിനാ ഇത് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. നീ ഒരു സൈക്കോപാത്താണ്. അതുമാത്രമല്ല, നീ ഒരു ചെകുത്താനാണ്. വലിയ ചെകുത്താനൊന്നുമല്ല, ഒരു ലോ ലെവൽ ചെകുത്താനാണ്. നീ എൻ്റെ മുമ്പിൽ ഒന്നുമല്ല. നിന്നെ ഞാൻ പൂട്ടുക തന്നെ ചെയ്യും. ഇതൊക്കെ കേൾക്കുമ്പോൾ ലൈറ്റിന് ദേഷ്യം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ദേഷ്യം കൊണ്ട് ചുമന്നു പോയ ലൈറ്റ് ഉടനെ ഡെത്ത് നോട്ട് കയ്യിലെടുക്കുകയാണ്. ആ ടി വിയിൽ കാണുന്ന മുഖത്തിന് നേരെ നോക്കി, ലിൻഡ് എൽ ടൈലർ, നീ എന്നെ ഒരു ലോ ക്രിമിനൽ എന്ന് വിളിച്ചല്ലേ? ദാ കണ്ട, ലിൻഡ് എൽ ടൈലർ, ലിൻഡ് എൽ ടൈലർ, ലിൻഡ് എൽ ടൈലർ പറ എഴുതുകയാണ്. ലൈറ്റിന് വല്ലാതെ ദേഷ്യം വരികയാണ്. ഇത്രയും ദേഷ്യം ലൈറ്റിന് ഇതുവരെ ആരോടും തോന്നിയിട്ടില്ല. ലൈറ്റിന് ദേഷ്യം വരുന്നതിന് കാരണമുണ്ട്. അയാൾ ഈ ലോകത്തെ സംരക്ഷിക്കാനായി ഇത് അവതാരം എടുത്തിരിക്കുന്നത് സ്വയം കരുതുന്ന ആളാണ്. സകല അക്രമികളെയും അവസാനിപ്പിച്ചുകൊണ്ട് ഇവിടെ സമാധാനത്തിന്റെ ലോകം സൃഷ്ടിക്കാനാണ് ലൈറ്റിന്റെ ശ്രമം. അപ്പോഴാണ് ആ ലൈറ്റിനെ ഒരു ലോ ലെവൽ ക്രിമിനൽ ആയിട്ട് ടി വിയിൽ വന്നിരുന്ന് ഒരാൾ പറയുന്നത്. എങ്ങനെ സമ്മതിക്കാൻ പറ്റും? അല്ലെങ്കിൽ എങ്ങനെ ഇത് അനുവദിച്ചു കൊടുക്കാൻ പറ്റും? ടി വിയിൽ കണ്ട ആ എല്ലിന്റെ പേര് എഴുതി കഴിഞ്ഞതും ലൈറ്റ് പതുക്കെ കൗണ്ട് ഡൗൺ തുടങ്ങി. 40, 38, 36, 35, 30, 25 ഇങ്ങനെ താഴോട്ട് വരികയാണ്. 10, 5, 2, 1, 0. പെട്ടെന്നാണ് ആ കാഴ്ച നമ്മൾ കാണുന്നത്. സംസാരിച്ചുകൊണ്ടിരുന്ന ആ എൽ നെഞ്ച് അമർത്തിപ്പിടിച്ച് മുൻവശത്തെ മേശയിലേക്ക് വീഴുകയാണ്. പെട്ടെന്ന് എവിടെ നിന്ന് നോക്കിയ ആളുകൾ ഓടി വരികയാണ്. അതൊക്കെ സ്ക്രീനിൽ കാണാം. സംസാരിച്ചുകൊണ്ടിരുന്ന എല്ല് കുഴഞ്ഞു വീണിരിക്കുന്നു. പെട്ടെന്ന് തന്നെ ആ വാർത്ത അങ്ങ് പബ്ലിഷ് ആവുകയാണ്. കീരയെ കുറിച്ച് ടി വിയിലൂടെ സംസാരിച്ചുകൊണ്ടിരുന്ന എല്ല് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചിരിക്കുന്നു. ഈ ടി വി ന്യൂസ് കണ്ടുകൊണ്ടിരുന്ന സകലരും ഞെട്ടിത്തരിച്ചു പോവുകയാണ്. കീരയുടെ കഴിവ് അപാരം എന്നല്ലാതെ എന്താ പറയുക? ടി വിയിൽ കീരയ്ക്കെതിരായി സംസാരിച്ചുകൊണ്ടിരുന്ന ആള് ഇതാ മരിച്ചിരിക്കുന്നു, അതും ഹാർട്ട് അറ്റാക്ക്. സകലരും ഭയത്തോടു കൂടിയാണ് ആ ടി വി സ്ക്രീനിൽ നോക്കുന്നതെങ്കിലും ഒരാൾ സന്തോഷത്തോടു തന്നെ ആ ടി വി സ്ക്രീൻ നോക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ സാക്ഷാൽ ലൈറ്റാണ്. ലൈറ്റിന് ഒരു പുഞ്ചിരി വരികയാണ്. എന്നോടാണ് ആ കളി. പെട്ടെന്നാണ് ആ ടി വി സ്ക്രീനിൽ നിന്ന് ആ അനൗൺസ്മെന്റ് കേൾക്കുന്നത്. മുഴക്കമുള്ള ഒരു ശബ്ദം. കീര, നിനക്ക് ആളിന്റെ അടുത്തെത്താതെ തന്നെ ആളെ കൊല്ലാനുള്ള കഴിവുണ്ടല്ലേ? മെഡിക്കലാണ് കേട്ടോ. ആ ശബ്ദം കേട്ടതും ലൈറ്റ് ഒന്ന് ഞെട്ടി. കീര, നീ ഇപ്പൊ ഒരാളെ കൊന്നില്ലേ? ആ ആള് യഥാർത്ഥത്തിൽ ഇന്ന് ഇതേ സമയത്ത് തൂക്കിക്കൊല്ലപ്പെടേണ്ട ഒരു കൊടും ക്രിമിനലാണ്. അയാളെ ഞങ്ങൾ ഇവിടെ അവതരിപ്പിച്ചെന്നേ ഉള്ളൂ. നീ കൊന്നു, സമ്മതിച്ചിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം ഇതിനിടയിൽ സംഭവിച്ചു, നീ പോലും അറിയാതെ. കീര, നീ എങ്ങനെയാണ് ആളുകളെ കൊല്ലുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി. നിനക്ക് ഒരാളെ കൊല്ലണമെങ്കിൽ നിനക്ക് മുഖം അറിയണം, അതുപോലെ പേരും അറിയണം. ഇതാ ഞാനാണ് എൽ. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്നെ കൊല്ല്. നീ എന്നെ കൊല്ല്. പറ്റൂല അല്ലേ? കീര, ഒരു കാര്യം നീ അറിയും. നീ എവിടെയുണ്ടെന്ന് ഇപ്പൊ എനിക്കറിയാം. നീ ഇപ്പൊ ജപ്പാനിലാണ്. ജപ്പാനിൽ എവിടെയുണ്ടെന്നും എനിക്കറിയാം. നീ ഇപ്പോൾ ഉള്ളത് കാൻറ്റോയിലാണ്. നിനക്ക് അതിശയം തോന്നുന്നല്ലേ? നീ കാൻറ്റോയിലാണെന്ന് ഞാൻ എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് നിനക്കറിയാമോ? കാൻറ്റോ റീജിയനിൽ മാത്രമാണ് ഞങ്ങൾ ഈ ടി വി പ്രോഗ്രാം ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണമെന്നറിയാമോ? നീ കൊന്ന 52 പേരുടെയും ലിസ്റ്റിലൂടെ ഞാനൊന്ന് കടന്നുപോയിരുന്നു. നീ അത് ആദ്യം കൊന്ന വ്യക്തിയില്ലേ, ആ ആൾ കൊല്ലപ്പെട്ടത് കാൻറ്റോയിലാണ്. നിന്റെ ആദ്യത്തെ കൊലപാതകം, ആ കൊലപാതകം നിന്റെ സമീപത്ത് തന്നെയാണ് നീ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് എനിക്ക് സംശയമൊന്നുമില്ല. എനിക്കറിയാം നീ കാൻറ്റോയിലുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ നീ ഒരുങ്ങിയിരുന്നു. നിന്നെ പിടിക്കാൻ ഞാനിതാ കാൻറ്റോയിൽ എത്തുകയാണ്. ആ ശബ്ദം കേട്ടുകൊണ്ടിരിക്കെ ലൈറ്റിന്റെ മുഖം അങ്ങ് ദേഷ്യം കൊണ്ട് ചുമക്കുകയാണ്. ലൈറ്റിനോട്
എല്ല് വെല്ലുവിളിച്ചിരിക്കുകയാണ്. ധൈര്യമുണ്ടെങ്കിൽ എല്ലിനെ വേട്ടയാടി പിടിക്കാനാണ് എല്ല് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് കേട്ടുടൻ ലൈറ്റ് പറഞ്ഞു, അതെ, ഞാൻ നിന്നെ വേട്ടയാടി പിടിക്കും. നീ എവിടെ ഉണ്ടെങ്കിലും നിന്നെ ഞാൻ പിടിച്ചിരിക്കും, നിന്നെ ഞാൻ കൊല്ലുകയും ചെയ്യും. ലൈറ്റ് ഇത് പറയുമ്പോൾ അത്ഭുതപ്പെട്ടു പോയത് റിയൂക്കാണ്. കാരണം ഇതേ വാചകം തന്നെയാണ് ടി വിയിൽ നിന്നും കേൾക്കുന്നത്. അവിടെ എല്ലും പറയുന്ന ഇതേ വാചകമാണ്, നീ എവിടെയാണെങ്കിലും നിന്നെ ഞാൻ വേട്ടയാടി പിടിക്കും. അതേ വാചകത്തിന്റെ പ്രതിധ്വനിയാണ് ഇവിടെ ലൈറ്റ് നിന്നും കേൾക്കുന്നത്. ടി വിയിലേക്കും ലൈറ്റിലേക്കും മാറി മാറി റിയൂക്ക് നോക്കുകയാണ്. അയാൾ ഉദ്ദേശിച്ച ആ ഒരു രസം ഇതാ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. ഈ കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. രസകരമായ ഒരു ഏറ്റുമുട്ടലിന്റെ കഥയുമായി അടുത്ത ദിവസം വീണ്ടും നമുക്ക് കാണാം. ഇതുവരെ ഡെത്ത് നോട്ടിന്റെ കഥ നിങ്ങളോട് പറഞ്ഞു തുടങ്ങിയത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. സകലരും ഈ കഥ പരമാവധി ആളുകൾ എത്തിക്കാനായി ബോധപൂർവ്വം ശ്രമിക്കണം. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പരമാവധി ആളിനെ എത്തിക്കുക. ഇതൊരു ഉദ്യമമായിട്ട് തന്നെ ഏറ്റെടുക്കുക. എല്ലാവർക്കും ക്രിസ്മസിന്റെ അഡ്വാൻസ് ആശംസകൾ അർപ്പിക്കാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. താങ്ക് യു.